السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിലെ കിതാബുൽ ജാമിഇലെ അഞ്ചാമത്തെ അധ്യായമായ ബാബു തർഗീബി ഫി മകാരിമിൽ അഖ്ലാഖ് എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ആരംഭിക്കുന്നത്. തൊട്ടു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ബാബു തർഹീബി അൻ മസാഇൽ അഖ്ലാഖ് ആയിരുന്നു. മോശം സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ നിന്നും മാറ്റണം എന്നതായിരുന്നു തൊട്ടു മുമ്പത്തെ ഹദീസുകളിലൊക്കെ നമ്മൾ പഠിച്ചു വന്നത്. ഈ അധ്യായത്തിലാകട്ടെ നല്ല നല്ല ശ്രേഷ്ഠതയുള്ള സ്വഭാവ ഗുണങ്ങൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നറിയിക്കുന്ന ഹദീസുകളാണുള്ളത്. അപ്പം അദ്ദേഹം മുഅല്ലിഫ് റഹിമഹുല്ലാ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വളരെ കൃത്യമായി ആദ്യം തഹ്ലിയത്താണ് ആരംഭിച്ചത്, പിന്നെയാണ് തഹ്ലിയത്ത് ആരംഭിച്ചത്. അത്തഹ്ലിയത്തു ഖബ്ല തഹ്ലിയ എന്ന് പറയാറുണ്ട്. അത്തഹ്ലിയ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. തഹ്ലിയ അലങ്കരിക്കുക എന്നാണ് അതിനെ പറയുക. ഉദാഹരണത്തിന് ഒരു റൂം, ഒരു മുറി അത് ഭംഗിയുള്ളതാക്കണമെങ്കിൽ, മനോഹരമാക്കണമെങ്കിൽ ആദ്യം തന്നെ ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ അവിടെ കൊണ്ടുവച്ചതുകൊണ്ട് കാര്യമില്ല. മറിച്ച് അതിലുള്ള അഴുക്കുകളും കച്ചറകളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ദുർഗന്ധങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് ആദ്യം അവിടെ വെച്ച് നീക്കം ചെയ്യണം. അത് പൂർണ്ണമായി നീക്കം ചെയ്തിട്ട് അവിടെ ഭംഗിയുള്ള വസ്തുക്കളും അതുപോലെ സുഗന്ധങ്ങളും കൊണ്ടുവച്ചാലാണ് അതിന് ഫലപ്രദമാവുക. തഹ്ലിയത്ത് ആദ്യം ആവശ്യമുണ്ട്. ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് അലങ്കരിക്കേണ്ടത് എന്ന കാര്യം ആ ഒരു തത്വത്തിലായിരിക്കാം അദ്ദേഹം ആദ്യം മോശം സ്വഭാവ ഗുണങ്ങളിൽ നിന്നും നമ്മെ താക്കീത് ചെയ്തുകൊണ്ടുള്ള ഹദീസുകൾ പറയുകയും പിന്നീട് ഒരുപാട് സൽക്കർമ്മങ്ങൾ, സൽസ്വഭാവങ്ങളെക്കുറിച്ചുള്ള ഹദീസുകൾ കൊണ്ടുവരികയും ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഉപാധ്യായത്തിൽ ഒന്നാമത്തെ ഹദീസ് അൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന الصدق يهدي إلى البر وإن البر يهدي إلى الجنة وما يزال الرجل يصدق ويتحرى الصدق حتى يكتب عند الله صديقا. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യം കൊണ്ട് മുറുകെ പിടിക്കുക എന്നാണ് പറഞ്ഞത്. അലൈക്കും എന്ന് പറയുന്നത് അറബി ഭാഷാപരമായ ഒരു ശൈലിയാണ്. അതിനെ അൽ ഇഗ്റാ എന്ന് പറയും. അൽ ഇഗ്റാ അതായത് ഒരു കാര്യത്തെ ശക്തമായ രൂപത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ശൈലി എന്ന് പറയാം. അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യസന്ധത മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ രൂപത്തിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാണ് അലൈക്കും ബിസ്സിദ്ഖ് എന്നുകൊണ്ട് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യസന്ധത നമ്മളിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയാറുള്ളത് 3 കാര്യങ്ങളിൽ നമുക്ക് സത്യസന്ധത വേണ്ടതുണ്ട്, സിദ്ഖ് വേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ അഖീദയിൽ, വിശ്വാസത്തിൽ നമുക്ക് സത്യസന്ധത വേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ വിശ്വാസത്തിൽ സിദ്ഖ് വേണ്ടതുണ്ട്, അഥവാ ഇഖ്ലാസ് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പം അല്ലാഹു തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് നമ്മളെ പടച്ചത്. അതിൽ നമുക്ക് സിദ്ഖ് ഉണ്ടാകുക, സത്യസന്ധത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളും റബ്ബിന് വേണ്ടി മാത്രമാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ഉദ്ദേശിച്ച്, അവനെ നാളെ കണ്ടുമുട്ടണമെന്ന് ഉദ്ദേശിച്ച്, ജനങ്ങളിൽ ഒരാൾക്കും വകവെച്ചു കൊടുക്കാതെ, ഒരാളുടെ പ്രശംസക്കും കാത്തു നിൽക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തിൽ സത്യസന്ധതയോടുകൂടി അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസത്തിലുള്ള സിദ്ഖ്, സത്യസന്ധത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമവിശേഷ ഗുണങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിലുള്ള സത്യസന്ധത എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവനെക്കുറിച്ച് പറഞ്ഞു തന്നതുപോലെ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുപോലെ നമ്മൾ മനസ്സിലാക്കണം.
അവിടുന്ന് പിൻപറ്റാൻ പറഞ്ഞ സലഫിന്റെ മാർഗം, സ്വഹാബത്തിന്റെ മാർഗം ഈ വിഷയത്തിലുടനീളം നമ്മൾ പിൻപറ്റണം. ഇതൊക്കെ വിശ്വാസ കാര്യങ്ങളിലുള്ള സിദ്ഖാണ്, സത്യസന്ധതയാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഹോദരങ്ങളെ സത്യസന്ധത ഉണ്ടായിരിക്കണം. ആളുകൾ വഞ്ചിക്കുന്ന രൂപത്തിലുള്ള വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അത് ഇബാദത്തുകളിലാണ് എങ്കിൽ അതിലുള്ള സത്യസന്ധത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിൽ നമ്മൾ ഇബാദത്ത് ചെയ്യലാണ്. ജനങ്ങളോടുള്ള ഇടപാടുകളിലാണ് എങ്കിൽ അതിൻ്റെ സത്യസന്ധത നമുക്കറിയാവുന്നതാണ്. അവരെ വഞ്ചിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വഞ്ചനാപരമായ ഒരു പ്രവർത്തനങ്ങളും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. സത്യസന്ധമായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അത് നല്ല നിയത്തോടുകൂടി ശരിയായ രൂപത്തിലായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ അസ്സദ്ഖു ഫിൽ ഖൗലുണ്ട്. അതാണ് നമ്മൾ അറിയപ്പെട്ടത്. ഇത് കേൾക്കുമ്പോൾ, ഹദീസ് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും ഇതായിരിക്കും. അസ്സദ്ഖു ഫിൽ ഖൗൽ, നമ്മുടെ സംസാരത്തിലുള്ള സത്യസന്ധത, അഥവാ കളവ് എന്ന് പറയുന്ന കാര്യത്തിന്റെ നേർവിപരീതം. കളവ് പറയാതെ സത്യസന്ധമായി കാര്യങ്ങൾ പറയുക. എന്താണോ അവിടെ സംഭവിച്ചത്, എന്താണോ നീ കൃത്യമായി അറിഞ്ഞത്, അതുപോലെ പറയുക. അതല്ലാതെ സംഭവിക്കാത്ത നേർവിരുദ്ധമായ കാര്യങ്ങൾ അത് പറയാതിരിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം അലൈക്കും ബിസ്സിദ്ഖ് എന്ന് പറയുന്ന വാചകത്തിൽ ഉൾക്കൊള്ളിട്ടുണ്ട് എന്നാണ്. നമ്മുടെ വിശ്വാസം സത്യസന്ധമായിരിക്കണം, നമ്മുടെ കർമ്മങ്ങൾ അത് സത്യസന്ധമായ കർമ്മങ്ങളായിരിക്കണം, നമ്മുടെ വാക്കുകൾ അതിൽ പൂർണ്ണമായും സത്യസന്ധത നമ്മൾ കാത്ത് സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ് ആ സത്യസന്ധതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമേൽ പ്രോത്സാഹിപ്പിച്ചത്? അവിടുന്ന് തന്നെ പറയുന്നു, ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ. കാരണം ഈ സത്യസന്ധത നിന്നിൽ ഉണ്ടായാൽ അത് നിന്നെ ബിറിലേക്ക് നയിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ബിറിലേക്ക് നയിക്കുന്നതാണ് എന്നാണ്. ബിറിനെ കുറിച്ച്, പുണ്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിനെ കുറിച്ച് അറബിയിൽ തന്നെ അതിനെ വിശദീകരിക്കാറുള്ളത് ജിമാ ഉൽ ഖൈർ എന്നാണ്. എല്ലാ നന്മകളും സമ്മേളിക്കുന്നത് എന്നാണ് ബിർ എന്ന് പറയുന്നത്. എല്ലാ നന്മയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നീ കാത്തു സൂക്ഷിക്കേണ്ട, നീ നിന്റെ വ്യക്തി ജീവിതത്തിൽ അലങ്കരിക്കേണ്ട ഒരു ഗുണമാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അത് വിട്ട് കളിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പറയുകയാണെങ്കിൽ സത്യമേ പറയാവൂ. സത്യസന്ധമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സത്യസന്ധത കാണിക്കണം. അള്ളാഹുവിനോട് സത്യസന്ധത കാണിക്കണം. അവൻ്റെ അടിമകളോടുള്ള ഇടപാടുകളിലെല്ലാം സത്യസന്ധത കാണിക്കണം. അതേത് മേഖലയിലാണ്. കാരണം ഇതിൻ്റെ മേഖല എന്ന് പറയുന്നത് ഒരു 1-2 മേഖലകളല്ല. നമ്മൾ ജനങ്ങളുമായി ഇടപെടുന്ന എന്തെല്ലാം മേഖലകളുണ്ട്. കച്ചവടത്തിൻ്റെ മേഖലകളാകുമ്പോൾ അവിടെ സത്യസന്ധത നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകണം. അല്ല, ചില ആളുകൾ ജനങ്ങളെ പറ്റിക്കുന്നത് ഞാൻ അതിനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്, ഞാൻ കളവൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവന് സത്യമാണെന്ന് ബോധിപ്പിക്കുന്ന വല്ല പ്രവർത്തനങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അല്ലെ, ഒരാൾ നല്ല ഒരു സാധനം ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാലോ അവനൊന്നും പറഞ്ഞിട്ടില്ല, അവൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, അല്ലേ, അത് വളരെ ഉഷാറാണെന്നായിരിക്കും പറയണ്ട, പക്ഷെ മോശപ്പെട്ട സാധനമായിരിക്കും, അത് വഞ്ചിക്കലാണ്. അപ്പം ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റുമോ? ഇല്ല, അത് വഞ്ചിച്ചതാണ്. അപ്പം ആ രൂപത്തിൽ തന്നെ ആളുകൾ പല കാര്യത്തിലും പല മേഖലകളിലും സഹോദരങ്ങളെ സത്യസന്ധത വളരെയധികം അനിവാര്യമായിട്ടുള്ള മുസ്ലിമിൻ്റെ ഗുണമാണ്. അയാൾ സത്യമേ പറയാവൂ, സത്യമേ പറയാം. അതിന് തനിക്കെതിരെ ആകും ഒരു കാര്യമെന്ന് കണ്ടാൽ പോലും, ഒരു വിഷയത്തിന്റെ തീരുമാനം തനിക്കെതിരാകുമെന്ന് കണ്ടാൽ പോലും സത്യസന്ധമായ കാര്യം, ഇല്ലാത്ത ആരോപണങ്ങൾ പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, അതൊരു ഘട്ടത്തിലും പാടില്ല എന്നാണ്. കാരണം ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ. അങ്ങനെ സത്യസന്ധമായി നീ പറഞ്ഞു, അത് ചിലപ്പോൾ ആ സത്യസന്ധത പുലർത്തുന്ന സമയത്ത് നിനക്ക് കൈപ്പേറിയ അനുഭവം ചിലപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടാകും. അത് ചില പരീക്ഷണമാണ്. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് കൈപ്പേറിയ ചില അനുഭവം നിനക്കുണ്ടാകും. പക്ഷേ അതിനൊരു ആഖിബത്തുണ്ട്, പര്യവസാനമുണ്ട്. അത് സുത്തർഹമായ പര്യവസാനമാണ്. അത് ബിറിലേക്ക് നയിക്കും. എല്ലാ നന്മകളും നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടും. എല്ലാ നന്മകളും നിന്നിൽ തന്നെ ഉണ്ടാകുന്നതാണ്. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. അങ്ങനെ എല്ലാ നന്മകളും സമ്മേളിച്ച ഒരുവൻ, ആ നന്മകൾ അവനെ നയിക്കുന്നത് ജന്നത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ് എന്നാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. കാരണം സ്വർഗം എന്ന് പറയുന്നത് അത് എന്താണ്? മുഖാമുൽ അബ്റാറാണ്, പുണ്യവാന്മാരുടെ സത്യസന്ധരുടെ വാസസ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിലെത്തുന്നവരൊക്കെ സത്യം പറഞ്ഞ ആളുകളായിരിക്കും, സിദ്ഖുള്ള ആളുകളായിരിക്കും. അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ സത്യസന്ധത പുലർത്തിയ, വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ സത്യസന്ധത പുലർത്തിയ ആളുകളായിരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ സത്യസന്ധത പുലർത്തുക എന്ന് പറയുന്നത്, നീ ഒരു കളവ് പറയാതെ സത്യം പുലർത്തുക എന്ന് പറയുന്നത് അത് നിസ്സാരമായ കാര്യമല്ല, നിന്റെ സ്വർഗവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം സത്യസന്ധത പുണ്യത്തിലേക്ക് നയിക്കുന്നു. എല്ലാ പുണ്യങ്ങളും ബിറുകൾ അത് സ്വർഗത്തിലേക്ക് നയിക്കുന്നു എന്നാണ്.
നിസ്സാരമായ കാര്യമേ അല്ല. അപ്പൊ കളവ് എന്ന് പറയുന്നത് ഗുരുതരമായ കാര്യമാണ്. അതാണ് പിന്നീട് ഹദീസിന്റെ വാക്കിയിൽ വരുന്നത്. എന്നിട്ട് ആ സത്യസന്ധത എപ്പോഴും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരുവന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കറാമത്ത്, ആദരവിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വമാ യസാലു റജുലു യസ്ദുഖ് വയതഹറ സിദ്ഖ്. ഒരു മനുഷ്യൻ എപ്പോഴും സത്യം പറയും, സത്യമല്ലാതെ അവൻ പറയുകയില്ല. വയതഹറ സിദ്ഖ്, സിദ്ഖിന് വേണ്ടി അവൻ വളരെയധികം കൃത്യമായി സത്യസന്ധത ഉള്ളിടത്ത് തന്നെ നിലകൊള്ളുക, അത് അവൻ്റെ ഒരു മുഖമുദ്രയായും സ്വീകരിക്കും. സത്യസന്ധത നിലകൊള്ളുക. ചിലപ്പോൾ അവൻ സത്യം പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ കൂടെയുള്ള ആളുകൾ വരെ അവനെ ആക്ഷേപിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇനി ഇങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കത് കിട്ടേണ്ടത് കിട്ടൂലല്ലോ, നീ കളവ് പറയേണ്ട സാഹചര്യം അവിടെ നീ പറയണമല്ലോ. ആ രൂപത്തിൽ ചിലപ്പോൾ ആക്ഷേപം കിട്ടാം. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് വമാ യസാലു റജുലു യസ്ദുഖ്, എപ്പോഴും സത്യസന്ധത ജീവിതത്തിൽ പകർത്തും. വയതഹറ സിദ്ഖ്, സത്യസന്ധത അവൻ്റെ ഒരു മുഖമുദ്രയായി മാറ്റും. സത്യമല്ലാതെ അവൻ പറയുകയില്ല. എങ്കിലോ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവനൊരു സിദ്ദീഖാണ്, സത്യസന്ധനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കുമെന്നുള്ളതാണ്. അങ്ങനെ എഴുതി വെച്ചാൽ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ എഴുതി വെച്ചാൽ ഭൂമിയിൽ അവന്റെ അടിമകൾക്കിടയിലും അള്ളാഹു തആല ഇവന്റെ കാര്യം ഉയർത്തുന്നതായിരിക്കും. ഇവന്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതായിരിക്കും. ആളുകൾ പറയും ഇവൻ സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, അവൻ വഞ്ചിക്കുകയില്ല. ആളുകൾ പറയുന്നതാണ്. സത്യസന്ധവന്മാരെ കുറിച്ച് ആളുകൾ പുകഴ്ത്തുന്നതാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുവൻ നൽകുന്ന അൽ ജസാഉൽ ആജിൽ എന്ന് പറയും. അള്ളാഹു സ്വർഗത്തിലാണ് ഇതിന്റെയൊക്കെ ആഖിബത്ത്, സ്വർഗത്തിലാണ് നൽകുന്നത് ഏറ്റവും മഹത്തരമായ പ്രതിഫലം. പക്ഷെ സത്യസന്ധന്മാർക്ക് ഭൂമിയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തുന്നതാണ്. അവർക്ക് വലിയ സ്ഥാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അതിൽ ഏറ്റവും വലിയ സത്യസന്ധന്മാരായ ആളുകൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരാണ് ഏറ്റവും വലിയ സത്യസന്ധന്മാരായ ആളുകൾ. അതിനുശേഷം സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വിഭാഗമുണ്ട്. അതിന്റെ തലവനായി ഉമ്മത്തിൽ ആരാണുള്ളത്? അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ നാമം ഇന്ന് സ്മരിക്കപ്പെടാത്ത ഒരു ദിവസം പോലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തി, അവിടുത്തെ വിശ്വാസത്തിൽ സത്യപ്പെടുത്തി, ജീവിതത്തിൽ ഒരിക്കലും കളവാക്കിയിട്ടില്ല. ഇത് വലിയ കാര്യമാണ്. അപ്പൊ സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും അതിന്റെ ഒന്നാമത്തെ കാര്യം ദീനിനെ സത്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിന്റെ ദീനിനെ സത്യപ്പെടുത്തുക. തന്റെ ബുദ്ധിക്ക് തൂക്കം വെച്ചുകൊണ്ട് ദീനിനെ കളവാക്കുന്നവൻ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുകയില്ല. എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖിന് സത്യസന്ധൻ എന്നുള്ള പേര് കിട്ടിയത്? അബൂബക്കർ സിദ്ദീഖ് തന്റെ ബുദ്ധിയെ കളവാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തി. അപ്പോഴാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത്. അല്ല, എന്താണ് മക്കയിലെ മുശ്രിക്കുകൾ പരിഹസിച്ചുകൊണ്ടിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ രാത്രി കൊണ്ട് മാസങ്ങൾ വഴിദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക്, ഷാമിലേക്ക് പോയി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അതൊരിക്കലും ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യമേ അല്ല. മക്കയിലെ മുശ്രിക്കുകൾ ഇതൊരു അവസാന വടിയായി, ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇയാളെ മനസ്സിലായില്ലേ, പെരുന്നുണയാണ് പറയുന്നത്, പരിഹാസ്യമായ കാര്യമാണ് പറയുന്നത്, ഇതൊന്നും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച് അബൂബക്കർ സിദ്ദീഖാണല്ലോ ആദ്യം വിശ്വസിച്ചത് ആണുങ്ങളുടെ കൂട്ടത്തിൽ. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അവർ കളിയാക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നാണ്. അവിടുന്ന് പറഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ അവിടുന്ന് അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അതാണ് സിദ്ദീഖ്. അതാണ് സിദ്ദീഖീങ്ങളുടെ ഗുണം. അതല്ലാതെ അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ള ചില അഖലാനികളെ പോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തന്റെ ബുദ്ധിയിൽ അതിട്ട് തിരിഞ്ഞാൽ മാത്രമേ സ്വീകരിക്കൂ എന്നുള്ള ഒരുവനെ പോലെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും പറയുക? ഇന്നതിന് സാധ്യതയില്ല. ഒട്ടകങ്ങൾ എത്ര സ്പീഡിൽ പോയാലും ഇങ്ങനെയൊക്കെ തുള്ളൂ, കണക്കൂട്ടും. ഇനി വേറൊന്നും ഇവിടെ ഇല്ല. എങ്ങനെ പോയാലും എത്ര പോയാലും മിനിമം ഇത്ര 10 ദിവസം വേണം, 20 ദിവസം വേണം. അതുകൊണ്ട് ഇത് ശരിയല്ല, എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളും ദീനിലുണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് വിവരക്കേട് പറയും. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് അത് സിദ്ദീഖീങ്ങളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നറിഞ്ഞാൽ അത് എന്തു സ്ഥാപിക്കണം, അത് സത്യപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയാൽ, ഈ കാലഘട്ടത്തിലാണെങ്കിൽ സഹീഹാണെന്ന് ഉറപ്പുവരുത്തിയാൽ അതിനെ സത്യപ്പെടുത്തണം എന്നാണ്. എന്നാൽ സഹോദരങ്ങൾ, ഈ ഹദീസിന്റെ പ്രധാനമായി ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ വാക്കുകളിൽ നമ്മൾ പാലിക്കേണ്ട സത്യസന്ധത തന്നെയാണ്. പക്ഷെ ഇത് അതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യമായതുകൊണ്ട് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സിദ്ഖിന് നേർ വിപരീതമായ കെദിബിനെ കുറിച്ചാണ് താക്കീത് ചെയ്യുന്നത്. വഇയ്യാകും വൽ കെദിബ്, നിങ്ങൾ കളവിനെ കരുതിയിരിക്കുക, നിങ്ങൾ
കളവിനെ കരുതിയിരിക്കുക. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. അപ്പോൾ നേരത്തെ നമ്മൾ അലൈക്കും എന്നുള്ള പ്രയോഗം കേട്ടു. അതൊരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന രീതിയാണ് എങ്കിൽ ഇയ്യാക്ക എന്ന് പറയുന്നത് തഹ്ദീറിന് വേണ്ടിയിട്ട്, താക്കീതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. അപ്പോൾ ഇയ്യാക്കും വൽ കദിബ്, നിങ്ങൾ കളവിനെ കരുതിയിരിക്കുക, കളവിനെ സൂക്ഷിക്കുക. കാരണം ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് പറയുക എന്നുള്ളത് ഏറ്റവും വലിയ അധാർമികമായ പ്രവർത്തനമാണ്, തെമ്മാടിത്തരമാണ് എന്ന് പറയുക. തെമ്മാടിത്തരമാണ് കളവ് പറയുക എന്നുള്ളത്. ഒരു മുസ്ലിമിന് യോജിച്ച സ്വഭാവമേ അല്ല. പച്ച കളവ് പറയുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന് യോജിച്ച ഒരു സ്വഭാവമേ അല്ല. ഫൈനൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് പറഞ്ഞാൽ അവിടെ തീരുമെന്ന് വിചാരിക്കേണ്ടതില്ല. നിനക്ക് കളവ് പറയുന്ന സ്വഭാവമുണ്ട് എങ്കിൽ നിന്നെ വലിയ തെമ്മാടിത്തത്തിലേക്ക് എത്തിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു, കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. അല്ല, തീർച്ചയായും ഫുജ്ജാറുകളുടെ, തെമ്മാടികളുടെ രേഖ അത് സിജ്ജീനിലാണ് ഉണ്ടാവുക, നരകത്തിലുള്ള സിജ്ജീനിലാണ് അവന്റെ പേര് രേഖപ്പെടുത്തുക എന്നാണ്. എന്നാൽ അതിന് നേരെ വിപരീതമായി ഒന്നാമത് പറഞ്ഞവരോ, കല്ല ഇന്ന കിതാബൽ അബ്റാരി ലഫി എല്ലീൻ. അബ്റാറുകളുടെ, പുണ്യവാന്മാരുടെ, സത്യസന്ധരുടെ രേഖകൾ ഉണ്ടാകുക, അവരുടെ പേരുണ്ടാകുക എല്ലീനിലാണ്, സ്വർഗത്തിലുള്ള എല്ലീനിലാണ് അവന്റെ പേര് രേഖപ്പെടുത്തുക എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്നും റൂഹെടുത്തു കഴിഞ്ഞാൽ, റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ മുസ്ലിമീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ, വിശ്വസ്തരുടെ, അവരുടെ സ്വർഗവാസികളുടേത് അത് എല്ലീനിൽ രേഖപ്പെടുത്തും, നരകവാസികളുടേത് സിജ്ജീനിൽ രേഖപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. അതാണ് ഹദീസിൽ ബാക്കി പറയുന്നത്, ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ. തീർച്ചയായും ഫുജൂർ എന്ന് പറയുന്നത്, തെമ്മാടിത്തരം എന്ന് പറയുന്നത് അത് നരകത്തിലേക്ക് നയിക്കുന്നതാണ്. ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഫുജ്ജാറുകൾ, തെമ്മാടികൾ നരകത്തിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കളവ് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും എന്നാണ് ഈ പറയുന്നത്. കാരണം ഈ പറയുന്ന കളവുകൾ അത് ഗൗരവമുള്ള കളവുകൾ ഉണ്ടാകും. ചിലപ്പോൾ സാമ്പത്തികമായ ഒരു രൂപയ്ക്ക് വേണ്ടി ആളുകൾ പറയാറുണ്ട്, അതതിൽ നിസ്സാരമായ കളവ് എന്ന് വേണമെങ്കിൽ താരതമ്യേന പറയാം. എന്നാൽ കോടികൾ കിട്ടാൻ വേണ്ടി ആളുകൾ കളവ് പറയാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുത്തനെ ഒരു എന്താ പറയുക, അവനെതിരൊരു പ്രതിക്രിയ ഉണ്ടാകുന്ന രൂപത്തിലുള്ള കളവുകൾ ആളുകൾ പറയാറുണ്ട്. അല്ല, ഞാൻ ഇന്ന ആളെ കണ്ടിട്ടുണ്ട്, അയാൾ മറ്റേയാളെ കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കളവാണ്. പക്ഷെ ഇയാളുടെ സാക്ഷ്യം മാത്രമായിരിക്കും അവിടെ പരിഗണിക്കുന്നത്. വേറെ എതിരായി ഒരു സാക്ഷി അവിടെ നിരത്താൻ സാധിക്കാത്തവൺ രീതിയിലാണെങ്കിൽ ഇയാളുടെ ഈ ഒരു കളവ് കൊണ്ട് വേറൊരാളെ അവിടെ തൂക്കുകയർ കിട്ടുന്ന, അല്ലെങ്കിൽ അയാളെ അതിന്റെ പേരിൽ പ്രതിക്രിയ നടക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇപ്പൊ കളവെന്ന് പറയുന്നത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വൻ പാപമായിട്ട്, അതിനേക്കാൾ ഗുരുതരമായ പാപമായിട്ട് മാറും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ യസാലു റജുലു യക്ദിബ് വയതഹറൽ കദിബ്. ഒരു മനുഷ്യൻ എങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങനെ കളവ് അവന്റെ മുഖമുദ്രയായിത്തീരും. കളവെന്ന് പറയുന്നത് അവന്റെ ഏറ്റവും വലിയൊരു വിശേഷണമായി തീരും. ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ. എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കദ്ദാബ് എന്ന്, പെരുന്നുണയനെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഭൂമിയിൽ ചിലപ്പോൾ അവന് പല നല്ല പേരുകളൊക്കെ ഉണ്ടാകും, ഭൂമിയിലെ ആളുകൾക്കിടയിൽ നല്ല പേരുണ്ടാകും. പക്ഷേ ഈ കളവ് മാത്രം പറഞ്ഞ് നടക്കുന്ന, കളവ് അവന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാക്കി എടുത്തിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആകാശലോകത്ത് കദ്ദാബ് എന്നാണ് അറിയപ്പെടുക. അവൻ കദ്ദാബാണ്, അവനെ കുറിച്ചിട്ട് അറിയപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കളവ് എന്ന് പറയുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. പകരം സിദ്ഖ്, സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നതാണ് ഈ ഹദീസിൽ അറിയിക്കുന്നത്. അപ്പം ഇതിലുള്ള ഫവായിദ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു. ഒന്ന്, ഫളീലത്തു സിദ്ഖി വ അന്നഹു യഹ്ദി ഇലൽ ബിർ. സിദ്ഖിന്റെ ശ്രേഷ്ഠത, കാരണം അത് പുണ്യത്തിലേക്ക് എത്തിക്കും എന്നാണ്. രണ്ട്, അന്നൽ അഅമാല സ്സാലിഹത യഖൂദു ബഅദുഹാ ഇലാ ബഅദ്. സൽക്കർമ്മങ്ങൾ ഒന്ന് മറ്റൊന്നിലേക്ക് നമ്മളെ നയിക്കും. ഇപ്പൊ സത്യസന്ധത എന്ന് പറയുന്ന ഒരു സൽക്കർമ്മമാണ്. അത് നമ്മൾ എന്തിലേക്ക് നയിച്ചു? ബിറിലേക്ക് നയിച്ചു, പുണ്യത്തിലേക്ക് നയിച്ചു. അത് നമ്മൾ മറ്റെന്തിലേക്ക് നയിച്ചു? സ്വർഗത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഒരു സൽക്കർമ്മം നമ്മളിൽ ഉണ്ടായാൽ മറ്റൊരു സൽക്കർമ്മങ്ങൾ അതിനോടൊപ്പം കൊണ്ടുവരുന്നതാണ്. നമ്മൾ നല്ലൊരു സ്വഭാവം നമ്മളടുത്ത് ഒന്നുണ്ടായാൽ അത് മറ്റൊരു സ്വഭാവത്തെ ഒപ്പം കൂടെ കൊണ്ടുവരും. നല്ലൊരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടായാൽ മറ്റൊരു പ്രവർത്തനം നമ്മളിൽ കൊണ്ടുവരും. ഏതും അങ്ങനെ തന്നെ. അപ്പൊ നിസ്കരിക്കുന്ന ഒരുവന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. ആ നിസ്കാരത്തോടൊപ്പം സുന്നത്ത് നിസ്കാരങ്ങൾ കൂടി പാലിക്കുന്നവന് ഒന്നുകൂടി ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം രാത്രി കൂടി നിസ്കരിക്കുന്നവന് ഒന്നുകൂടി ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും. ളുഹാ നിസ്കരിക്കുന്നവൻ ഒന്നുകൂടി ഉപകാരങ്ങൾ ഉണ്ടാകും. ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അവന്റെ കൂടുതൽ കൂടുതൽ ഹൈറുകളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. കാരണം ഒരു സൽക്കർമ്മം മറ്റൊരു സൽക്കർമ്മത്തെ കൊണ്ടുവരുമെന്നാണ്. അതേപോലെ തന്നെയാണ് തിന്മ. ഒരു തിന്മ മറ്റൊരു തിന്മയെ കൊണ്ടുവരും, ആ തിന്മ മറ്റൊരു തിന്മയെ കൊണ്ടുവരും. നമ്മൾ കെദിബിന്റെ കാര്യത്തിൽ കണ്ടു. കളവ് അവന് നരകത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അവന്റെ ജീവിതത്തിലേക്ക് സമ്മേളിപ്പിക്കുകയാണ്. നിസാരമാണെന്ന് തോന്നിയ കളവാണ്, പക്ഷെ എല്ലാ ഷർറുകളും അവനിലേക്ക് സമ്മേളിക്കാൻ ഈ കളവ് പറയുക എന്നുള്ള സ്വഭാവം അതുണ്ടാക്കും എന്നാണ് പറയുന്നത്.
ഇസ്ബാത്തുൽ ജന്ന, മൂന്നാമത്തെ ഒരു ഫായിദാണ് സ്വർഗം, അതിനെ സ്ഥിരപ്പെടുത്തുന്ന ഹദീസാണ്. ഒരുപാട് ആയത്തുകളിലും ഹദീസും സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അനലിൽ ജന്നത്തി അമാലൻ തൂസലു ഇലൈഹ, സ്വർഗത്തിന് ചില പ്രവർത്തനങ്ങളുണ്ട്, സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. എന്ന കാര്യം സ്വർഗത്തിലേക്ക് എത്തിക്കും. അതിൽപ്പെട്ടതാണ് സുദ്ഖ്, സത്യസന്ധത എന്ന് പറയുന്നത്. 5 അന്നൽ ഇൻസാന കുല്ലമാ കാന സദൂഖൻ മുതഹർരിയൻ ലിസ്ദിഖി കതബഹു അല്ലാഹു തആല സിദ്ദീഖ. ഒരു മനുഷ്യൻ അവൻ എത്ര കണ്ട് സത്യസന്ധത പുലർത്താൻ അവന്റെ ജീവിതത്തിൽ പരിശ്രമിക്കുന്നുവോ അത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിഗണിക്കുകയും അവനെ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു മനുഷ്യന് എത്താൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. കാരണം പടപ്പുകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അമ്പിയാക്കളുടേതാണ്. അതിനൊരു പടപ്പിന് എത്താൻ സാധിക്കുകയില്ല, അതിനൊരാൾക്ക് എത്താൻ സാധിക്കില്ല. അപ്പം അതിന് തൊട്ട് താഴെയുള്ള പദവി എന്ന് പറയുന്നത് സിദ്ദീഖീങ്ങളുടെ പദവിയാണ്. അപ്പം അത് സത്യസന്ധത പുലർത്തുന്ന ആളുകൾക്ക് എത്താൻ പറ്റുന്ന പദവിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6ാമത്തെ ഫായിദ അത്തഹദീറു മിനൽ കദിബ്, കളവിൽ നിന്നുള്ള താക്കീതുണ്ട്. പക്ഷെ ഇവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ചില മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ള ചില കളവുകളുണ്ട്. അപ്പം അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. അതിൽപ്പെട്ടതാണ് ഒരു ഭർത്താവ് ഭാര്യയോട് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് അനുവദനീയമായ ചില കളവുകൾ പറയേണ്ടി വരും. ഇപ്പോൾ ഭാര്യയുടെ സ്വഭാവം വലുതായി ഇഷ്ടാവുന്നില്ല, പക്ഷെ എന്നാൽ പോലും ഒരു അടുപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ബന്ധങ്ങൾ അത് വഷളാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തു പറയാം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല കാര്യമാണ്, ആ രൂപത്തിൽ ഭാര്യയോട് അങ്ങനെ പറയുന്നത് തെറ്റല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റല്ല. പക്ഷെ എന്നാൽ നമ്മൾ ഞാൻ നാളെ ഇന്നത് വാങ്ങിത്തരാം, അല്ല, അങ്ങനെയുള്ള കളവുകൾ അത് പാടില്ല. അങ്ങനെയുള്ള കളവുകൾ അത് പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തു തരാം, ഈ രൂപത്തിൽ വാഗ്ദാനങ്ങൾ പറഞ്ഞ് അത് വഞ്ചിക്കുക, അത് പാടില്ല. എന്നാൽ അതല്ലാത്ത ബന്ധങ്ങൾ വഷളാകാതിരിക്കാനുള്ള കളവുകൾ അത് അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. അത്തരക്കാർ ഈ പറയുന്ന കദ്ദാബുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറയുന്നു, അത് നേരെ തിരിച്ചുള്ളതാണ്. ഒരു കളവിൻ്റെ അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പര്യവസാനമാണ്. കാരണം എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അത് നരകത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അന്നൽ ഫുജൂറ ത്വരീഖുൻ ഇലന്നാർ, ഫുജൂർ തെമ്മാടിത്തരങ്ങൾ നരകത്തിലേക്കുള്ള വഴിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്നൽ ഇൻസാന ഇദാ തഅവ്വദൽ കദിബ വതഹറൽ കദിബ് കുതിബ ഇൻദല്ലാഹി മിനൽ കദ്ദാബീൻ. ഒരു മനുഷ്യൻ കളവ് അവന്റെ ജീവിത ശൈലിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അത് അവന്റെ മുഖമുദ്രയാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അവന്റെ പേര് കദ്ദാബുകളുടെ കൂടെ, കള്ളന്മാരുടെ കൂടെ അവന്റെ പേര് എഴുതപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10ാമത്തെ ഫായിദ അന്നൽ ഇൻസാന ഇദാ തഹറ സിദ്ഖ ഫഇന്നഹു ലാ യഅസം. ഒരു മനുഷ്യൻ സത്യം അന്വേഷിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അവൻ കള്ളനാവുകയില്ല. എങ്ങനെയാണ്? ഒരാൾ സത്യമാണെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, സത്യമാണ് എന്ന് വിചാരിച്ചിട്ട് മറ്റൊരാളെ വിശ്വസിച്ചിട്ട് ഒരാളൊരു കാര്യം പറഞ്ഞു, ഇപ്പം സത്യസന്ധനാണ് എന്ന് ഒരാൾ ധരിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, പക്ഷെ അത് വാസ്തവ വിരുദ്ധമായിരുന്നു, എങ്കിൽ ഇവനെ കള്ളൻ എന്ന് പറയുകയില്ല എന്നാണ്. കള്ളൻ എന്ന് പറയുകയില്ല. സത്യസന്ധമാണ് എന്ന് വിചാരിച്ചിട്ട് ഒരാളെ വിശ്വസിച്ചിട്ട് അത് മറ്റൊരാളോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം, നമ്മളൊരാൾ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ സംഭവിച്ചത് ഇന്നതാണ്, നമ്മൾ കേട്ടു, ആ ശരി ഇയാൾ വിശ്വസ്തനാണ്, മനസ്സിലാക്കി, നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞ് വിശദീകരിച്ചു. യഥാർത്ഥത്തിൽ അത് അങ്ങനെ ആയിരുന്നില്ല, കള്ളമായിരുന്നു, എങ്കിൽ നമ്മൾ കള്ളനാവുകയില്ല എന്നാണ്. കാരണം നമ്മളത് സത്യമാണ് എന്ന് വിശ്വസിച്ചിട്ട് പറഞ്ഞതാണ്. നമ്മൾ ഒരിക്കലും ഇയാളെ വഞ്ചിക്കണം, യഥാർത്ഥത ഇങ്ങനെയാണ്, നമുക്കിങ്ങനെ അവതരിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞതല്ല. നമ്മൾ അങ്ങനെ ബോധ്യപ്പെട്ടു, നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി, അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ അത് ചിലപ്പോൾ അത് വാസ്തവവിരുദ്ധമായിരിക്കാം, അത് കളവായിരിക്കാം. അതുകൊണ്ട് തന്നെ ആരൊക്കെങ്കിലും അങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ അയാളെ കള്ളൻ, നീ കള്ളം പറഞ്ഞു, പെരുന്നുണയനാണ് എന്നൊന്നും നമ്മൾ വിളിക്കാൻ പാടില്ല. കാരണം അയാൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നമുക്ക് ബോധ്യപ്പെട്ടു അയാൾക്കൊരു അബദ്ധം പറ്റിയതാണ്, അയാൾ അങ്ങനെ മനസ്സിലാക്കി അത് ശരിയാണെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. നമ്മൾ അയാൾക്ക് കൊടുക്കുക, ഒഴികഴിവ് കൊടുക്കുക. കാരണം അയാൾ അങ്ങനെ കളവ് പറഞ്ഞതല്ല, അയാൾ അതാണ് ശരിയെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ എന്ത് ചെയ്തതായിരിക്കും, പറഞ്ഞതായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റക്കാരാവുകയില്ല എന്നാണ്. എന്നാൽ അത് കുറ്റക്കാരനാകുന്ന വേറെ വകുപ്പുണ്ട്. എന്താണ്? കേട്ടതെല്ലാം പറഞ്ഞു നടക്കുക എന്നുള്ളത് മതി. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയി അന്വേഷിക്കാതെ മനസ്സിലാക്കാതെ അയാൾ കേട്ടത് അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിലക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. സൂറത്തുൽ ഹുജറാത്തിൽ ഒരു അധർമ്മകാരി നിന്റെ അടുക്കൽ വല്ലതും പറഞ്ഞാൽ ഇത് കേട്ട് മനസ്സിലാക്കി ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ അത് മറ്റൊരാളോട് പറയാൻ പാടുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇയാൾ ശരിക്കും വഞ്ചിക്കപ്പെട്ടു, അത് ശരിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ആൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റില്ല, അത് അയാൾ കള്ളനാണെന്ന് പറയുകയില്ല എന്നാണ്. വേറെ ചില ഉദാഹരണങ്ങൾ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയാൻ. ഒരാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഇന്ന വ്യക്തിയോട് സംസാരിച്ചാൽ നീ
തലാഖ് ചെയ്യപ്പെട്ടു, ഇൻ കല്ലംതി ഫുലാനൻ ഫഅൻതി താലിഖ്, നിന്നാളോട് സംസാരിച്ചാൽ നീ എന്ത് ചെയ്തു, തലാഖ് ചെയ്യപ്പെട്ടു. അങ്ങനെ നിബന്ധനകളോടുകൂടി ചില ആളുകൾ തലാഖ് പറയും. അങ്ങനെ ഈ ഭാര്യ ഒരാളോട് സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഈ വ്യക്തി താക്കീത് ചെയ്ത ആളായിരുന്നില്ല, പക്ഷെ ഇയാൾ വിചാരിച്ചു ആ താക്കീത് ചെയ്ത ആളാണ് എന്നുള്ളത്. അപ്പം അതിനുശേഷം അയാൾ വന്നു പറഞ്ഞു, അൻതി കല്ലംതി മൻ അല്ലഖ്തു തലാഖക അലൈ ഫഅൻതി താലിഖ്, ഞാൻ ആരോടാണോ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അവരോട് തന്നെ നീ സംസാരിച്ചു, അതുകൊണ്ട് നീ തലാഖ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇബ്നു ഉസൈം റഹിമഹുല്ലാഹ് പറയുന്നു, ഇവിടെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു, അവരോടല്ല സംസാരിച്ചപ്പോൾ നമ്മളത് ശരിയാണെന്ന് മനസ്സിലാക്കി പറഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ അവരുടെ തലാഖ് നടക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പം ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് സഹോദരങ്ങൾ, നമ്മൾ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് നമ്മൾ ശരിക്ക് ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുക. ഒരിക്കലും ഞാൻ മനഃപൂർവ്വം ഒരാളുടെ പേരിലും കളവ് പറയുകയില്ല, ഒരു നേട്ടത്തിന് വേണ്ടിയും ഞാൻ കളവ് പറയുകയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അത് ചിലപ്പോൾ വിധി നമുക്കെതിരായി തോന്നുന്ന അവസ്ഥയിലാണ് എങ്കിലും നമ്മളൊരു കാര്യം അങ്ങനെ കളവിലൂടെ നേടിയെടുക്കേണ്ടതില്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനുശേഷം അടുത്ത ഹദീസ്, وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വദ്ദൻ, നിങ്ങൾ വന്നിനെ സൂക്ഷിക്കുക. ഫൈന വന്ന അക്ദബുൽ ഹദീസ്, കാരണം വൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കളവാണ് എന്നാണ്. ഇപ്പൊ തൊട്ടുമുമ്പിൽ ഹദീസിൽ എന്ത് പറഞ്ഞു? തൊട്ടുമുമ്പിലത്തെ ഹദീസിൽ സത്യസന്ധത നിങ്ങൾ പുലർത്തണം എന്ന് പറഞ്ഞു, കളവിനെ താക്കീത് ചെയ്തു. ഇവിടെ ഏറ്റവും വലിയ കളവായ ഒരു കാര്യം ഇവിടെ പറയുകയാണ്, അഥവാ സത്യസന്ധതയ്ക്ക് എതിരാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരികയാണ്. അതെന്താണ്? യാതൊരു തെളിവുമില്ലാതെ നമ്മൾ ഊഹിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഊഹം എന്ന് പറയുന്നത് സത്യസന്ധതയ്ക്ക് എതിരാവുന്ന ഒരു കാര്യമാണ്. സത്യസന്ധത പുലർത്തണം എന്നുള്ളത് തൊട്ടുമ്പത്തെ ഹദീസിൽ പറഞ്ഞു അല്ലെ, സത്യസന്ധത നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ ഉണ്ടാകണം എന്ന് പറഞ്ഞു. ആ സത്യസന്ധതയ്ക്ക് എതിരാകുന്ന മറ്റൊരു കാര്യമാണ്, നീ സത്യവാന്മാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വലിയൊരു കാരണമാകുന്നതാണ് നീ അനാവശ്യമായ ഊഹം വെച്ച് പുലർത്തുക എന്നുള്ളത്. ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നീ പറയുക അല്ലെ, ഊഹിച്ചിട്ട് പറയുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫൈനൽ അക്ദബുൽ ഹദീസ്, സംസാരത്തിൽ ഏറ്റവും വലിയ കളവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, കണ്ടപ്പോൾ അവന്റെ പോക്ക് കണ്ടപ്പോൾ അത് അവിടെ അവൻ കള്ളുടിക്കാൻ പോയെന്നാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഇപ്പുറത്തെ ആൾക്കാർ പറഞ്ഞത് അവൻ കള്ളുടിക്കാൻ പോയി എന്ന രൂപത്തിൽ അവനെ കുറിച്ച് പ്രചരിപ്പിച്ചു. അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്നാൽ അവനൊരു സ്ത്രീയുടെ കൂടെ കണ്ടു, അവന് അവളുടെ കൂടെ പോയി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒന്നും അവൻ അന്വേഷിച്ചിട്ടില്ല. എന്താണ് അവിടെ സംഭവം ഒന്നും അറിയില്ല. ചിലപ്പോൾ രണ്ടാൾക്കാർ വീണെടുക്കുന്നത് എടുക്കാൻ പോയതായിരിക്കും. അപ്പോൾ ഇവൻ പറഞ്ഞു ഇവനാണ് മറ്റേ ആൾ അടിച്ച് താഴെ ഇട്ടത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കാലമാണ്. സഹോദരങ്ങളെ, അത് ഏറ്റവും വലിയ കളവാണ്. അപ്പൊ ഞാൻ അങ്ങനെ ധരിച്ചു, ഞാൻ അങ്ങനെ തോന്നിയിട്ട് പറഞ്ഞാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നി. അല്ല, നീ അത് അന്വേഷിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. നീ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ, നീ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ രക്ഷപ്പെടണമെങ്കിൽ അത്തരം ഊഹാപോഹങ്ങൾ വെച്ച് സംസാരിക്കരുത് ഒരു ഘട്ടത്തിലും. ഊഹാപോഹം വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ്. ബന്ധങ്ങൾ വഷളാകാനും മറ്റുമൊക്കെ, ഭാര്യ ഭർത്ത് ബന്ധങ്ങളിലൊക്കെ ഊഹാപോഹങ്ങൾ വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ പറയണം, ഒരു ആവശ്യവുമില്ലാതെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം പറയുന്ന കാര്യം കാണാൻ സാധിക്കും. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽപ്പെട്ടതാണ് അവനെ ബാധിക്കാത്ത കാര്യം ഒഴിവാക്കുക. അപ്പം അതിൽപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത്, ചില സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ ഫോണുകൾ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പേടിയാണ്. എന്നും എന്താണ് ഫോണിൽ വന്നത്, എന്താണ് മെസ്സേജ് വന്നത്, എന്താണ് വാട്സപ്പിൽ വന്നത്, ഇതിങ്ങനെ പരിശോധിച്ച് നോക്കുന്ന ചില സ്ത്രീകളുണ്ടാകും. അതിനൊരു സാഹചര്യമുള്ളൊരു സംശയമോ അയാൾ അങ്ങനത്തെ ഒരു മോശപ്പെട്ട വ്യക്തിയാണോ ഒന്നുമില്ല, പക്ഷെ എപ്പോഴും അങ്ങനെ ഒരു കരുതലിലാണ് നിൽക്കുന്നത്. അത് നല്ലതല്ല. കാരണം അത് ഊഹമാണ്, അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും എന്നുള്ള ഊഹത്തിൽ പരസ്പരം നിൽക്കുക എന്ന് പറയുന്ന ബന്ധങ്ങളെ വളരെയധികം മോശമായി ബാധിക്കും. കാരണം എതിർ ഭാഗത്തുള്ള ആൾ എന്താണ് ചിന്തിക്കുക, എന്ത് വിശ്വസ്തതാണ് എന്നെക്കുറിച്ചുള്ളത്, എപ്പോഴും എന്നെ സംശയമാണ്. അത് ഭർത്താക്കന്മാരും അങ്ങനെയാണ്. ഇപ്പോൾ ഭാര്യ എവിടെയെങ്കിലൊക്കെ ഒന്ന് പുറത്തുപോയി വന്നു, ആരെങ്കിലായിട്ട് ഫോൺ വിളിച്ചു, അത് ഇന്ന ആളാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കാൻ, ചില ആൾക്കാർ എന്ത് ചെയ്യും, നിന്റെ ഫോൺ മുഴുവൻ റെക്കോർഡ് ചെയ്ത് മുഴുവൻ എനിക്ക് കേൾക്കണം, ഇവിടെ മുഴുവൻ അത് കേൾക്കണം, ഓരോ സംസാരം എനിക്ക് കേൾക്കണം. ആ രൂപത്തിലേക്ക് ഊഹാബോഹത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ബന്ധങ്ങൾ ഒരിക്കലും നന്നാവുകയില്ല. വിശ്വാസത്തിന്റെ മേലെ അല്ലാതെ, പരസ്പരം സത്യസന്ധതയും വിശ്വസ്തതയും അല്ലാതെ ബന്ധങ്ങൾ നന്നാവുകയില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ ചില ആളുകൾ വിചാരിക്കും എന്നാൽ പിന്നെ എല്ലാം നല്ല സുഗമമായി നടക്കുമെന്നാണ്. അത് കൂടുതൽ വഷളാവുകയേ ഉള്ളൂ. അതുകൊണ്ട് ഊഹാബോഹങ്ങൾ
നമുക്ക് പാടില്ല, ഊഹാപോഹങ്ങൾ പാടില്ല. എന്നാൽ ചില ഊഹങ്ങൾ, കാരണം ഇന്ന ബഅദ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്. ചില ഊഹങ്ങൾ നമുക്ക് ആവശ്യമായി വരും. കാരണം സാഹചര്യ തെളിവുകളും എല്ലാ കാര്യങ്ങളും ഒത്തുവന്നാൽ ഒരാൾ മണ്ടനാവാൻ പാടില്ല, അല്ല. എല്ലാ കാര്യങ്ങളും അവൻ മനസ്സിലാക്കുന്ന സമയത്ത് ഇന്നെന്ന സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അതിന്റെ പേരിൽ ചില ഊഹങ്ങൾ അവന്റെ മേലുണ്ടാകുന്നതായിരിക്കും. ഇന്ന കാര്യങ്ങൾ, സാഹചര്യങ്ങളൊക്കെ ഇതാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ആ രൂപത്തിലേക്ക് ഊഹിക്കാവുന്നതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഈ ഹദീസ് യഥാർത്ഥത്തിൽ നേരത്തെ വന്ന ഒരു ഹദീസ് തന്നെയാണ്. അത് വീണ്ടും അദ്ദേഹം ഇവിടെ എടുത്തു കൊടുത്തിരിക്കുകയാണ്. കാരണം തൊട്ട് മുമ്പ് സത്യസന്ധതയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കണം മുഅല്ലിഫ് റഹിമഹുല്ലാഹ് എന്ത് ചെയ്തിട്ടുള്ള തൊട്ട് അതിനോടൊപ്പം, അതാ സത്യസന്ധതയ്ക്ക് എതിരാകുന്ന ഒരു പ്രവർത്തനം എന്നുള്ള നിലക്ക് ഊഹം പാടില്ല എന്ന കാര്യം അദ്ദേഹം അത് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനാവശ്യമായിട്ടുള്ള ഊഹാപോഹങ്ങൾ. അത് വലിയ കാരണം പിശാച് പലതും തോന്നിച്ചു തരും. യഥാർത്ഥം നമ്മളങ്ങനെ ഊഹിച്ച് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടുകയില്ല. പക്ഷെ പിശാച് ഒരു ഊഹത്തിന്റെ മേൽ മറ്റൊരു ഊഹത്തിന്റെ മേൽ വേറൊരു ഊഹം, എല്ലാ ഊഹങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും. എന്നാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു തെളിവാണ് അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാ ഊഹമായിരുന്നു. അടിസ്ഥാനം മുതൽ കെട്ടിപ്പടുത്ത മുഴുവൻ ഊഹാപോഹങ്ങളായിരുന്നു. അത് വലിയ അപകടം ചെയ്യും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാകും വദ്ദൻ ഫഇന്ന വദ്ദന അക്സബുൽ ഹദീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് കുറച്ച് വിശദീകരിക്കേണ്ട ഹദീസാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. വല്ലാഹു തആല അഅലം വ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.